ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ ചെറിയൊരു ഫെസ്റ്റ് നടന്ന വിശേഷങ്ങളാണ്. ഹൈ റേഞ്ച് ഫെസ്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇന്ന് കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുവിശേഷങ്ങളോ ഒന്നും തന്നെയല്ല. നവംബർ മാസം മുതൽ ഡിസംബർ 8 വരെയായിരുന്നു ഈ ഫെസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എല്ലാത്തിൻ്റെ പണികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഇതിനിടയ്ക്ക് കാണിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വിട്ടുപോയതല്ല മാറ്റിയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലും അടിപൊളി ഒരു ഫെസ്റ്റായിരുന്നു. ഈ ഫെസ്റ്റ് കാണാനായിട്ട് 2 തവണ ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു മഴ കാരണം. ഫെസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഏകദേശം എന്നും ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 2 തവണ ഞങ്ങൾ മഴ കാരണം തിരിച്ചു പോവുകയും 3-ാമത്തെ തവണ ഞങ്ങൾ വന്ന് ദാണ്ടി ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കയറി. അതും പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ നല്ല മഴയായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി പോവേണ്ടി വന്നു. എങ്കിലും കയറിയ സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. റേഞ്ച് ഫെസ്റ്റ് നടക്കുന്നത് നമ്മുടെ തൂക്കുപാലത്താണ് കേട്ടോ. അങ്ങനെ താണ്ട ഈ ഫെസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള കടകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് പോയി ഒരു ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. മഴയൊന്നും പെയ്തില്ലെങ്കിൽ നല്ല തകർത്ത് വാരി സൂപ്പർ ഫെസ്റ്റായിട്ട് ആഘോഷിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, മഴയായിരുന്നു ഉച്ച കഴിഞ്ഞെല്ലാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫെസ്റ്റിനായിട്ട് റെഡിയായിട്ട് വന്നപ്പോൾ ഒന്നും കാണാൻ സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഇന്ന് മക്കൾ സ്കൂൾ വിട്ട് വന്ന വഴി തന്നെ വീട്ടിലേക്ക് പോവാതെ നേരെ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വരാനായിട്ട് റെഡിയായി. നമ്മൾ സന്ധ്യ സമയത്താണ് കേട്ടോ വന്നത്. ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു 7:30 ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വരുന്നത്. കയറി വരുന്ന ഭാഗമാണ്. താഴേന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മേളിലോട്ട് കയറി പോകാനായിട്ട്. 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും 50 രൂപ എന്ന നിരക്കിലാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അകത്തേക്കുള്ള ഫീസ് എൻട്രി ഫീസ് മാത്രമാണ്. ഇനി അകത്തെ റൈഡുകൾക്കൊക്കെ സെപ്പറേറ്റ് ചാർജാണ്. അത് ഓരോ റൈഡിനും ഓരോരോ ചാർജുകളാണ് കണ്ടോ. ചിലപ്പോൾ നല്ല ഹാപ്പിയാണ് ഈ വെട്ടമൊക്കെ കണ്ടിട്ട്. നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗത്ത് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നല്ല സെറ്റപ്പിൽ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പൊക്കെയാണ് കേട്ടോ അലങ്കരിച്ചിട്ടേക്കുന്നത്. അങ്ങനെ താണ്ടേ കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. അകത്തോട്ട് കയറുന്തോറും നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ മക്കളുടെയും എൻ്റെയും വാപ്സിയുടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്താണ് ഞങ്ങൾ അകത്തേക്കൊക്കെ പോയത് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കുന്നത് നല്ലൊരു തിരക്ക് തന്നെയാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓരോ ലൈറ്റ് സെറ്റിങ്ങിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ കാണും. അപ്പം അവരെയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് അടുത്തടുത്തേക്ക് കാണാനായിട്ട് പോയി. തിരക്കായിരുന്നു, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പം ഞങ്ങളങ്ങോട്ട് മാറുന്ന താമസത്തിന് ഇവിടെ എല്ലാം ഫുൾ ആളായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് മാറി നിന്ന് ഫോട്ടോ എടുപ്പും ബഹളമൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് പക്ഷികളുടെയൊക്കെ ഏരിയയാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി കിളികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. സെൽഫിയൊക്കെ എടുക്കുന്നതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. അങ്ങനെ താണ്ടേ ഇവിടെ എല്ലാം കണ്ടതേ ഉള്ളൂ കേട്ടോ. നമ്മൾ സെൽഫി എടുക്കാനൊന്നും നിന്നില്ല. ഒരു സെൽഫിക്ക് തന്നെ ഏതാണ്ട് 100 രൂപ അങ്ങനെ കണ്ട് സെപ്പറേറ്റ് ചാർജാണ്. അപ്പം അകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കാം. ഇവരുടെ ഈ വലയത്തിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് മാത്രമേ അവർ പൈസ ഈടാക്കുന്നുള്ളൂ. അല്ലാതെ പുറത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. ഉള്ളിൽ അവർ പാട്ടൊക്കെ ഇട്ട് കൊടുക്കും. പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എന്തോ ഒരു ബെല്ല് പോലൊരു സൗണ്ട് കേൾപ്പിക്കുമ്പോൾ കിളികളെല്ലാം പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മരത്തിലേക്കൊക്കെ മാറുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് കയറുകയാണ്. അടുത്ത സെക്ഷനിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്ന ബിസിനസ്സുകാരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ബിസിനസ് ട്രിക്കൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഓരോന്നൊക്കെ ആയിട്ട് നോക്കി. ഇവർ നമ്മളോട് പറഞ്ഞു ഏലത്തിന് മരുന്നടിക്കാൻ പറ്റുന്നൊരു സ്പ്രെയറായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നമ്മൾ നോക്കിയതാണ് കേട്ടോ. ഒരു ഗണ്ണ് പോലൊരു സാധനം വന്നിട്ട്, പക്ഷെ ചുമ്മാതാണ്, മരുന്നിനൊന്നും പറ്റത്തൊന്നുമില്ല, അത്രയ്ക്ക് പവറൊന്നുമില്ല. അവർ പറഞ്ഞപ്പം നമ്മൾ ഹൈ റേഞ്ചുകാരായതുകൊണ്ട് ഏലം കൃഷിക്ക് വേണ്ടി മേടിക്കുമല്ലോ എന്നോർത്ത് അവർ പറഞ്ഞതാണ്. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും നല്ല വെറൈറ്റി മിഠായികളുണ്ടായിരുന്നു കേട്ടോ. പഴയകാല മിഠായികൾ ഓർമ്മപ്പെടുത്തുന്ന കണ്ടോ ഒരുപാട്. ഇതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ കിട്ടുകയുള്ളായിരുന്നു. ഇപ്പം ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. എങ്കിലും പഴയ കാലത്തെ എല്ലാ മിഠായികളും ഇവിടെ കിട്ടുമായിരുന്നു. നമ്മൾ ഇന്നത്തെ മക്കൾക്ക് ഇതൊക്കെ ഒരു പരിചയമില്ലാത്ത സാധനങ്ങളാണ്. ഇന്നത്തെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. അത് കണ്ടതിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും നല്ലതും പഴയകാല ഓർമ്മകളെല്ലാം പുതുക്കുന്നൊരു സംഭവമായിരുന്നു ഇത്.
അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേനും വാച്ച് കട, ഐസ്ക്രീം, എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊന്നും അധികം വേറെ വാങ്ങിക്കാൻ നിന്നില്ല. കുറച്ച് മിഠായി ഐറ്റങ്ങൾ എടുത്തു. ബാക്കിയെല്ലാം നല്ല വിലയാണ് ഇതിനകത്ത്. നമുക്ക് പുറത്ത് കിട്ടാത്തൊരു സാധനങ്ങളും തന്നെ ഇല്ലല്ലോ. അപ്പം ഈ കൂടിയ വില കൊടുത്ത് ഇതിനകത്ത് വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല കേട്ടോ. ഇനി റൈഡുകളുടെ ഭാഗമാണ്. അവിടെ ബജിക്കടയും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ കൊടുത്തിട്ടുണ്ട്. കടല, അങ്ങനെ കുറേ സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇനി മക്കളെയൊക്കെ റൈഡിൽ കയറ്റി വിടുന്ന തിരക്കായിരുന്നു. നല്ല രസമുണ്ട്. അങ്ങനെ ഏറെക്കുറെ റൈഡുകളെല്ലാം മക്കളെ കയറ്റി വിട്ടു. അവർ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് റൈഡുകളിലൊക്കെ കയറി ഇറങ്ങി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നേ ദിവസം നല്ല തിരക്കായിരുന്നെന്ന്. ഞങ്ങൾ ഇത് കൂടാതെ തന്നെ 2 ദിവസം കൂടി വന്നിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം വന്നപ്പോഴത്തേന് തിരക്കൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്ത് തിരിച്ച് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇടയ്ക്ക് നമുക്ക് വന്നത്. ആദ്യം ഇവിടെ തിരക്ക് കണ്ടില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ചെല്ലുന്തോറും നല്ല തിരക്കായിരുന്നു. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. മക്കളെയൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയായി. കാരണം നമ്മുടെ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ അത്രത്തോളം തിരക്കായിരുന്നു ഇതിനകത്ത്. അതിനും സൈറാമോൾക്കും ഈ ഒരു റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ചെന്നാലും അവരാദ്യം കയറുന്നത്. അങ്ങനെ അവരെയും കയറ്റി വിട്ടിട്ട് നമ്മളിവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഇവർ ഈ ഒരു റൈഡിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി നല്ലതുപോലെ താമസിച്ചു. ആ സമയം കൊണ്ട് നമ്മളിവിടെ ഐസ്ക്രീമും പാവ് ഫ്രൈയോ പാവ് റോസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. കൊള്ളാൻ കുഴപ്പമില്ല. അതുപോലും തികഞ്ഞ് രണ്ടാമത് പോയി ചോദിച്ചപ്പോൾ അതുപോലും ഇല്ലാത്ത ആ രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. സൂപ്പറാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കാത്തതാണ്. പക്ഷേ എന്തോ നല്ല സൂപ്പറായിട്ട് തോന്നി. ഉള്ള ഫെസ്റ്റിവലിലൊക്കെ പോകുന്നത് തന്നെ ഈ ഒരു സാധനം കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നേരത്തെ ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പോഴാണ് കഴിച്ചപ്പോഴത്തേന് കൊള്ളാൻ കുഴപ്പമില്ലെന്ന് തോന്നി. അങ്ങനെ താണ്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് ഒന്നുകൂടെ പോയി ചോദിച്ചപ്പോഴത്തേന് സാധനം ഇല്ലായിരുന്നു, തീർന്നു പോയി. അപ്പോൾ തിരക്ക് കൊണ്ട് തീർന്നു പോയതാണ് കേട്ടോ. കണ്ട മക്കളാണെങ്കിലും ഐസ്ക്രീമിൻ്റെ തിരക്കിലും അങ്ങനെയുള്ള തിരക്കൊക്കെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക് കൂടി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചൊക്കെ നിന്നപ്പോഴാണ് കേട്ടോ അടിപൊളി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊളി മഴ ഇങ്ങോട്ട് വന്നത്. ഈ ഊഞ്ഞാലിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ആ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തിട്ട് കയറാൻ മറന്നുപോയി. അതാണ് സത്യം. മരണക്കിണറയിൽ, ആകാശത്തൊട്ടിയിൽ, ഇതാ കാണിച്ച ഊഞ്ഞാലയിൽ എല്ലാം തന്നെ ഞങ്ങളും കയറിയിരുന്നു. പേടി തോന്നുന്നത് ആ ഊഞ്ഞാലയിൽ കയറുമ്പോഴാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പേര് ഞാൻ വിട്ടുപോയി. ആകാശത്തൊട്ടിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ കൂടെ കയറിയേക്കുന്നതുകൊണ്ടാവാം അവർ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് കറക്കിയേക്കുന്നത്. അപ്പം ഫത്താഹൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം. പക്ഷേ ഈ ഊഞ്ഞാലിൽ കുഞ്ഞു പിള്ളേരൊന്നും തന്നെ കൂടെ കയറിയിട്ടുമില്ല. ഞാനും കുക്കുവും അങ്ങനെയുള്ളവരൊക്കെയാണ് കേട്ടോ കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ്. അത് മാത്രം ഒരു ഭയമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ചെറിയൊരു പേടി, ഒരുപാട് പേടിയല്ല, ചെറിയൊരു പേടി നമുക്ക് തോന്നും. മുന്നിലോട്ട് ആഞ്ഞ് വീഴുവോ എന്നൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പറഞ്ഞില്ല നല്ല തകർപ്പൻ മഴയായിരുന്നു. മഴയെല്ലാം വന്ന് കുളമായി. ഒരുപാട് ആളുകളൊക്കെ നിന്നാണ്. അവരൊക്കെ പെട്ടെന്ന് മഴ തൂളി തുടങ്ങിയപ്പോൾ തന്നെ ഇറങ്ങി ഓടി. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. മഴ കുറയുമെന്ന്, കുറഞ്ഞില്ല, കൂടിയതേ ഉള്ളൂ. ആ മഴ അങ്ങോട്ട് പെയ്തത് രാത്രി 12-1 മണി വരെയൊക്കെ പെയ്ത് നിന്നൊരു മഴയായിരുന്നു. ചാറിയായിരുന്നു. എങ്കിലും ഉച്ചപ്പനൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പനിയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വേറൊരു ദിവസമാണ് പിന്നെയും പോയത്. അപ്പം മൊത്തം 2-3 തവണയോളം ഇരുന്ന് കേട്ടോ. കയറാത്ത റൈഡയിലൊക്കെ ബാക്കി റൈഡയിലൊക്കെ കയറ്റി വിട്ടു. ഫത്താഹിനെയും കുക്കുവിനെയും ഒക്കെ. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് കാക്കുവിനോടൊപ്പമാണ്. അങ്ങനെ കാക്കു ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാക്കു പണിക്ക് പോയേക്കുന്നതുകൊണ്ട് ഞാനും ബാപ്പച്ചി എല്ലാവരും കൂടെ പോയി. പ്രാവശ്യം കാക്കു ഇതാണ്ട് ഫത്താഹിന് കയറേണ്ടാത്ത റൈഡുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കയറിയ റൈഡിലും പിന്നെയും കയറുന്നുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നല്ല അടിച്ചു പൊളിച്ച് സെറ്റപ്പായിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം കാണാൻ പറ്റിയതൊക്കെ. അപ്പോൾ ഹൈ റേഞ്ച് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.